ആദ്യം എങ്ങനെയാണ് എ ബി വി പിയുടെ ഒരു ആഭിമുഖ്യം തോന്നുന്നത്? എ ബി പിയുടെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ തുടക്കം സ്കൂൾ ക്ലാസ് മുതൽ തന്നെ ഉണ്ടായിരുന്നു. എ ബി വി പിയുടെ മാർവാൻസ് കോളേജിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് 90-92 എം ജി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മുരളി മനോഹർ ജോഷിജിയുടെ ഏകതാ യാത്ര ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ആ സമയത്തൊരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന അനുഭാവിയും പ്രവർത്തനമൊക്കെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ആ യാത്രയ്ക്ക് ഒരു സ്വീകരണം കേശവസ്വരത്ത് നൽകി. അപ്പോൾ ഞങ്ങളെല്ലാവരും കാണാൻ പോയി. എം ജി കോളേജിൽ മുഴുവൻ സ്റ്റുഡൻസ് പോയി. ആ യാത്രയിൽ കാശ്മീരിൽ പതാക ഉയർത്താൻ വേണ്ടിയാണ് ജോഷിജി പോയത്. മുരളി മനോഹർ ജോഷിജിയുടെ വാഹനം നിർത്തിയത് ഞങ്ങളൊക്കെ നിന്നതിൻ്റെ ഏകദേശം അടുത്തായിരുന്നു. യാദൃശ്യമായിട്ട് അവിടെ കൊണ്ട് അവിടെ ആയിരുന്നു അതിൻ്റെ പോലീസുകാർ കണ്ടെത്തിയ സ്ഥലം. അതിൻ്റെ ഒരു അടുത്താണ് ഞങ്ങൾ നിന്നത്. ഈ പ്രസംഗമൊക്കെ മുഴുവനും കേട്ടതിന് ശേഷമാണ് കാശ്മീരിൻ്റെ ഈ മുന്നേറ്റം, കാശ്മീരിൻ്റെ പ്രത്യേക പദവി അത് കൊടുക്കേണ്ട സാഹചര്യം, അയോധ്യ മൂവ്മെൻറ്റ്. ഓക്കെ, അതിനുശേഷം അയോധ്യ മൂവ്മെൻറ്റ് ഞാൻ പഠിച്ചപ്പോഴാണ് പിന്നെ മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് എന്നുള്ള പരമേശ്വർജി നേതൃത്വം കൊടുത്ത വലിയൊരു മുന്നേറ്റം കേരളത്തിൽ. അപ്പോൾ ഈ ഒക്കെ പഠിച്ചപ്പോഴാണ് ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു അർത്ഥശൂന്യമായ ഒരിക്കലും പ്രായോഗികമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് പറ്റിച്ചു പോവുകയാണെന്ന് ഏറ്റവും മനോഹരമായി ഈ ഇവിടെ നിലവിലുള്ള ഒരു ആശയം, പൊതുപ്രവർത്തനം നടത്താൻ പറ്റിയൊരു ആശയം ഏകാത്മമാനവ ദർശനമാണ്. അത് ദേശീയ പ്രസ്ഥാനങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ലോലി അയോധ്യ മൂവ്മെൻറ്റും ജോഷിജിയുടെ യാത്രയുമാണ് എന്നെ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക്. അന്നേരം എസ് എഫ് ഐ ഇതിലേക്ക് വലിച്ച് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു? ഈ സമയത്ത് തന്നെ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടെ RSSൻ്റെ ശാഖ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഭാഗത്ത് അവിടെയെല്ലാം മുഴുവൻ ഇടതുപക്ഷമാണ്. ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്ത് സംഘത്തിൻ്റെ ശാഖ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഞങ്ങളുടെ കുടുംബം ഒരു വലിയ ഇടതുപക്ഷ കുടുംബമായതുകൊണ്ട് അവരൊരു പക്ഷേ അവിടെ നിന്ന് 1-2 പ്രവർത്തകരെ വേണം എന്ന് അവരും ആഗ്രഹിച്ചു. നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു വേവുമായിട്ട് ചേർന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് സംഘത്തിൻ്റെ ശാഖയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞത്. അവിടെ നിന്ന് പിന്നെ മെല്ലെ മെല്ലെ വന്ന് കുറച്ച് പിന്തിരിപ്പിക്കാൻ നോക്കിയില്ലേ? സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഒരു മിനിസ്റ്ററുടെ സ്റ്റാഫിലുള്ള ഒരു വ്യക്തി ഉൾപ്പെടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഉൾപ്പെടെ നമ്മുടെ ഇതിൽ തന്നെ തുടരണമെന്ന് പറഞ്ഞു. അച്ഛൻ ഇടതുപക്ഷ CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മണ്ഡലം സെക്രട്ടറിമാരൊക്കെ വന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു, എന്നോടൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലായി ഞാൻ ABP വളരെ സജീവമായി കഴിഞ്ഞു എന്ന് മനസ്സിലായി. പിന്നീട് അതിലേക്ക് പടിപടിയായിട്ട് അതിലേക്കായി. പിന്നെ ABPയുടെ പ്രധാന ഇതായി. അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ വന്നു. കെ സുരേന്ദ്രൻ സംസ്ഥാന BJP പ്രസിഡന്റ് ആയപ്പോഴേക്കും എന്നെ യുവമോർച്ചയിലേക്ക് കൊണ്ടുവന്നു ABPയിൽ നിന്ന്. ശേഷം 2 ടേം യുവമോർച്ച പ്രവർത്തിച്ച് 3ാമത്തെ ടേം സംസ്ഥാന യുവമോർച്ച പ്രസിഡന്റായി. സുരേന്ദ്രൻജിയോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സുരേന്ദ്രൻജിയോട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം വളരെ വലിയ അനുഭവമാണ്. അത് ശ്രീധരൻപിള്ള സാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് സുരേന്ദ്രേട്ടൻ യുവമോർച്ച പ്രസിഡന്റ് ഞങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം ഇന്ന് വരെ രാജീവേട്ടൻ ഉൾപ്പെടെ, അതായത് ശ്രീധരൻപിള്ള സാർ മുതൽ രാജീവേട്ടൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന പ്രസിഡന്റുമാരോട് പ്രവർത്തിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്.